ആശ്വാസമുണ്ട് എനിക്ക്. വിധിയില് സന്തോഷമുണ്ടോ? പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയില്ലേ? സന്തോഷമുണ്ട്. ഇത്രയും കൊല്ലം കാത്തു നിൽക്കേണ്ടി വന്നു. 19 കൊല്ലം 3 മാസമായി ശിക്ഷ വിധിക്ക്. അതിന് വേണ്ടി കാത്തിരുന്നാള് 17 കൊല്ലമായി ജീവിച്ചു. 2 കൊല്ലം മാസമായി അയാളും പോയിട്ട്. ഞാൻ തനിച്ചായി. ഇതിലപ്പുറം എനിക്കൊന്നും പറയാൻ കഴിയില്ല. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതക കേസിൽ ഒടുവിൽ നീതി. മുഴുവൻ പ്രതികളും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. കേസിൽ ആകെ ഉണ്ടായിരുന്നത് RSS BJP പ്രവർത്തകരായ 10 പ്രതികൾ. 3-ാം പ്രതി അജീഷ് വിചാരണയ്ക്കിടെ വാഹനാപകടത്തിൽ മരിച്ചു. സാക്ഷിമൊഴികളാണ് ഈ കേസിൽ നിർണായകമായത്. 10 പ്രതികളെയും ഇന്ന് ബഹുമാനപ്പെട്ട അഡീഷണൽ ജില്ലാ കോടതി നമ്പർ 3 റൂബി കെ ജോസ് മാഡം കുറ്റക്കാരാണെന്ന് കണ്ടിരിക്കുകയാണ്. അതുകൂടാതെ അതിനകത്ത് വരുന്ന 5 പ്രതികൾ ആയുധം എടുത്ത് ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു എന്നതിൻ്റെ കൂട്ടത്തിൽ അവരെ കൂടുതൽ 143, 148 പ്രകാരവും IPC വകുപ്പ് പ്രകാരവും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. 2005 ഒക്ടോബർ 3-നായിരുന്നു അരും കൊലപാതകം. സുഹൃത്തുക്കളോടൊപ്പം നടന്നുവരികയായിരുന്ന റിജിത്തിനെ ചുണ്ട തച്ചൻകണ്ടി ക്ഷേത്രത്തിനടുത്ത് വെച്ച് മാരകായുധങ്ങളുമായി എത്തിയ സംഘം ആക്രമിച്ചു. ക്രൂരമായി പരിക്കേറ്റ റിജിത്ത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. റിജിത്തിനൊപ്പമുണ്ടായിരുന്ന DYFI പ്രവർത്തകരായ നികേഷ്, വികാസ്, വിമൽ എന്നിവർക്കും വെട്ടേറ്റു. ക്ഷേത്ര പരിസരത്ത് ശാഖ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട തലേ ദിവസം നടന്ന തർക്കമാണ് പ്രശ്നങ്ങളുടെ തുടക്കം. 2006-ൽ കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് 19 വർഷങ്ങൾക്കു ശേഷം വിധി പറഞ്ഞത്. പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.